ഇന്നത്തെ കാലത്ത് ഉം, 8ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തിയ ഒരാള് ഒരു ഹൈസ്കൂളിൽ ഹെഡ്മാസ്റ്റർ പോസ്റ്റിനായി ഇന്റർവ്യൂവിന് പോകുന്നതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്തായിരിക്കും അവസ്ഥ? ആപ്ലിക്കേഷൻ കൊടുക്കുന്ന നിമിഷം തന്നെ അത് റിജക്റ്റ് ചെയ്യപ്പെടും. ഒരു സംശയവുമില്ല അതിൽ. അതെ, കാരണം ഇന്നത്തെ സിസ്റ്റത്തിൽ നമുക്ക് സർട്ടിഫിക്കറ്റുകൾക്കും ബിരുദങ്ങൾക്കുമാണല്ലോ ഏറ്റവും വലിയ വില. എന്നാൽ ചരിത്രത്തിൽ എപ്പോഴും അങ്ങനെ ആയിരുന്നില്ല. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന, പ്രത്യേകിച്ച് ബിരുദതല പരീക്ഷകൾ എഴുതുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു അസാധാരണ ജീവിതമുണ്ട്. ശരിയാണ്. 8ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ഔപചാരിക വിദ്യാഭ്യാസം അവസാനിച്ചിട്ടും പിൽക്കാലത്ത് വിദ്യാലയങ്ങളുടെ ഹെഡ്മാസ്റ്ററായും ഒരു വലിയ പത്രത്തിന്റെ സ്ഥാപകനായി മാറിയ ഒരു മനുഷ്യൻ, CV കുഞ്ഞുരാമൻ. അതെ, തിരുവിതാംകൂറിലെ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഒരു മുഖ്യ സൂത്രധാരൻ കൂടിയായിരുന്നു അദ്ദേഹം. ഈ ഒരു വിശദമായ ചർച്ചയിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തീയതികളും പേരുകളും മാത്രമല്ല, എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ തന്റെ ബുദ്ധി കൊണ്ട് ഒരു വലിയ ഭരണകൂടത്തെ വിറപ്പിച്ചത് എന്നതിന്റെ കൃത്യമായ തന്ത്രങ്ങൾ കൂടിയാണ് പരിശോധിക്കുന്നത്. തീർച്ചയായും. തിരുവിതാംകൂറിന്റെ 20ാം നൂറ്റാണ്ടിലെ ചരിത്രം പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് മുൻനിരയിൽ നിന്ന് സമരം നയിച്ചവരെയാണ്. എന്നാൽ ആ സമരങ്ങൾക്ക് പിന്നിലെ എന്ന് പറയുക തിരക്കഥകൾ തയ്യാറാക്കിയ, സ്ട്രാറ്റജികൾ മെനഞ്ഞ ഒരു ബുദ്ധികേന്ദ്രമുണ്ടായിരുന്നു. അതാണ് CV കുഞ്ഞുരാമൻ. അപ്പോ നമുക്ക് അദ്ദേഹത്തിന്റെ ജനനം മുതൽ തന്നെ ഈ ഡീപ് ഡൈവ് ആരംഭിക്കാം, അല്ലേ? അതെ. 1871 കൊല്ലം ജില്ലയിലെ മയനാട് പാട്ടുത്തൽ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഞായറക്കൽ വേലായുധന്റെയും കുഞ്ഞിരാമയുടെയും മകനായിട്ട്. വിദ്യാഭ്യാസത്തിന് തുടക്കം മയനാട് ധർമ്മപ്പള്ളിക്കൂടത്തിലായിരുന്നു. പിന്നീട് കൊല്ലം സർക്കാർ ഹൈസ്കൂളിൽ പഠനം തുടർന്നെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 8ാം ക്ലാസ്സിൽ വച്ച് അത് പൂർണ്ണമായും മുടങ്ങിപ്പോയി. സാമ്പത്തികവും സാമൂഹികവുമായ പല കാരണങ്ങളായിരുന്നു അക്കാലത്ത് അതിനു പിന്നിൽ. അവിടെയാണ് എനിക്ക് ആദ്യത്തെ വലിയൊരു സംശയം തോന്നുന്നത്. അതായത് 8ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ ഒരാൾക്ക് പിന്നീട് എങ്ങനെ ഒരു അക്കാഡമിക് കരിയർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും? കാരണം 1893 അദ്ദേഹത്തിന് കൊല്ലത്തെ എക്സൈസ് ഓഫീസിൽ ഒരു ഗുമസ്തനായി, എന്നുവെച്ചാൽ ഒരു ക്ലാർക്കായി ജോലി ലഭിക്കുന്നുണ്ട്. അതൊരു സർക്കാർ ജോലിയാണ്. അതെ. എന്നാൽ അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നാണ്. മയ്യനാട്ടുകാർ സ്വന്തമായി പണം പിരിച്ചുണ്ടാക്കിയ വെള്ളമണൽ സ്കൂൾ എന്നൊരു വിദ്യാലയമുണ്ട്. ആ സ്കൂളിന്റെ ആദ്യത്തെ ഹെഡ്മാസ്റ്ററായി നിയമിക്കപ്പെട്ടത് ഇതേ CV കുഞ്ഞുരാമനാണ്. ഇതെങ്ങനെ സാധ്യമായി? അതൊരു വലിയ ചോദ്യമാണ്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനമാണെങ്കിൽ പോലും ഒരു സ്കൂളിന്റെ ചുമതല നൽകാൻ മാത്രം യാതൊരു സർട്ടിഫിക്കറ്റും ഇല്ലാത്ത ഈ 8ാം ക്ലാസ്സുകാരനെ അവരെങ്ങനെ വിശ്വസിച്ചു? ഇന്നത്തെ കാഴ്ചപ്പാടിലൂടെ ചിന്തിക്കുമ്പോഴാണ് അതൊരു വലിയ അസാധ്യതയായി തോന്നുന്നത്. 1890കളിലെ തിരുവിതാംകൂറിൽ താഴെത്തട്ടിലുള്ള സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസം എന്നത് വലിയൊരു ബാലികേറാ മലയായിരുന്നു. സർക്കാർ സ്കൂളുകളിൽ എല്ലാവർക്കും പ്രവേശനമില്ല. ശരിയാണ്. അങ്ങനെയിരിക്കെയാണ് മയ്യനാട്ടെ സാധാരണക്കാരായ ജനങ്ങൾ സ്വന്തമായി പണം പിരിച്ചൊരു സ്കൂള് തുടങ്ങുന്നത്. ആ വെള്ളമണൽ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സർവകലാശാല ബിരുദമുള്ള ഒരാളെ അല്ല വേണ്ടിയിരുന്നത്, മറിച്ച് അക്ഷരമറിയാവുന്ന, സമൂഹത്തിൽ സ്വാധീനമുള്ളൊരു ലീഡറെയാണ്. ഓ, കുട്ടികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. CV കുഞ്ഞിരാമൻ സ്കൂളിൽ പോയിരുന്നില്ലെങ്കിലും അദ്ദേഹം വലിയൊരു വായനാക്കാരനായിരുന്നു. സ്വന്തം പ്രയത്നത്താൽ അദ്ദേഹം നേടിയെടുത്ത ഭാഷാ സ്വാധീനവും വിജ്ഞാനവും ആ നാട്ടുകാർക്ക് നേരിട്ടറിയാമായിരുന്നു. അദ്ദേഹത്തിലെ ആ നേതൃഗുണത്തെയാണ് അവർ ഹെഡ്മാസ്റ്ററാക്കിയത്. അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് മുകളിൽ യഥാർത്ഥ അറിവിനെ സമൂഹം അംഗീകരിച്ചിരുന്നൊരു കാലം. പിന്നീട് അദ്ദേഹം കൊല്ലം ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ മുൻഷിയായി, അതായത് ഭാഷാധ്യാപകനായി ജോലി ചെയ്തു. വീണ്ടും വെള്ളമണൽ സ്കൂളിൽ തിരിച്ചെത്തി. അതിനുശേഷം കടയ്ക്കാവൂർ, കായിക്കര, പരവൂർ എന്നിവിടങ്ങളിലും അദ്ദേഹം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. ഒരുപാട് വിദ്യാർത്ഥികളെ അദ്ദേഹം വാർത്തെടുത്തു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ വലിയ സ്വാധീനം അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഒരു ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികളെ മാത്രം പഠിപ്പിച്ചാൽ ഈ സമൂഹത്തിലെ ജാതി വ്യവസ്ഥയും അന്ധവിശ്വാസങ്ങളും മാറില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം. അദ്ദേഹത്തിന് വലിയൊരു ശബ്ദം ആവശ്യമായിരുന്നു. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അതിനുള്ള ഏറ്റവും മികച്ച മാർഗം പത്രപ്രവർത്തനമായിരുന്നു, അല്ലേ? അതെ, തീർച്ചയായും. അച്ചടി മാധ്യമമെന്നത് ആ കാലഘട്ടത്തിലെ ഇന്റർനെറ്റ് പോലെയായിരുന്നു. വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ അനേകം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരേയൊരു മാർഗം. CV കുഞ്ഞുരാമൻ ഇതിന്റെ സാധ്യതകൾ കൃത്യമായി തിരിച്ചറിഞ്ഞു.
എവിടെ നിന്നാണ് അദ്ദേഹം അത് ആരംഭിച്ചത്? പരവൂർ വി കേശവനാശാന്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന സുജനാനന്ദിനി എന്ന പ്രസിദ്ധീകരണത്തിൽ പദ്യങ്ങളും ലേഖനങ്ങളും എഴുതിക്കൊണ്ടാണ് അദ്ദേഹം പത്രപ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. അവിടെ ഉപപത്രാധിപരായും അദ്ദേഹം പ്രവർത്തിച്ചു. ഉം. ഒരു പത്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം പഠിക്കുന്നത് അവിടെ നിന്നാണ്. അതെ, ലേഖനങ്ങളിലൂടെ ജനവികാരം എങ്ങനെ രൂപപ്പെടുത്താമെന്നൊക്കെ അദ്ദേഹം പഠിക്കുന്നത് ഈ സുജനാനന്ദിനിയിലൂടെയാണ്. ഈ ഒരു പരിശീലനത്തിന് ശേഷമാണ് 1911 ചരിത്രപരമായ ആ സംഭവം നടക്കുന്നത്. അദ്ദേഹം കേരള കൗമുദി എന്ന പത്രം ആരംഭിക്കുന്നു. PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു വർഷമാണത്, 1911. അതെ, എല്ലാവരും ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ്. തുടക്കത്തിൽ ഇതൊരു പ്രതിവാര പത്രം അഥവാ വീക്ക്ലി ആയിരുന്നു. പക്ഷേ ഇവിടെയാണ് ചരിത്രത്തിലെ വലിയൊരു വൈരുദ്ധ്യം നമ്മൾ കാണുന്നത്. കേരള കൗമുദി സ്ഥാപിച്ചത് CV കുഞ്ഞുരാമറാണെങ്കിലും അതിന്റെ ആദ്യത്തെ പത്രാധിപർ അദ്ദേഹമായിരുന്നില്ല. മൂലൂർ S പത്മനാഭപ്പണിക്കരായിരുന്നു ആദ്യ പത്രാധിപർ. ശരിയാണ്. CV സ്വന്തമായി ഒരു പത്രം തുടങ്ങുന്നു, പണം മുടക്കുന്നു, ലേഖനങ്ങൾ എഴുതുന്നു. പക്ഷേ എഡിറ്ററുടെ കസേരയിൽ മറ്റൊരാളെ ഇരുത്തുന്നു. എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു വിചിത്രമായ തീരുമാനം? അതൊരു വിചിത്രമായ തീരുമാനമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പ്രായോഗിക ബുദ്ധിയായിരുന്നു. 1911 കേരള കൗമുദി തുടങ്ങുമ്പോൾ CV കുഞ്ഞിരാമൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ സർവീസിലിരിക്കുന്ന ഒരാൾക്ക് സ്വന്തമായൊരു പത്രം നടത്താനോ അതിന്റെ ഉടമയാണെന്ന് പ്രഖ്യാപിക്കാനോ അന്നത്തെ നിയമം അനുവദിച്ചിരുന്നില്ല. ഓ, അപ്പോൾ അതൊരു നിയമപരമായ പ്രശ്നമായിരുന്നു. അതെ, സർക്കാരിനെതിരെ ശബ്ദമുയർത്താൻ സാധ്യതയുള്ള ഒരു മാധ്യമം ഒരു സർക്കാർ ജീവനക്കാരൻ തന്നെ നടത്തുക എന്നത് നിയമവിരുദ്ധമായിരുന്നു. അതുകൊണ്ട് നിയമപരമായ ഈ നൂലാമാലകളെ മറികടക്കാൻ തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള മൂലൂർ S പത്മനാഭപ്പണിക്കരെ അദ്ദേഹം പത്രാധിപരാക്കി. പത്രത്തിന്റെ നിയന്ത്രണം CVക്ക് തന്നെയായിരുന്നു. അപ്പോൾ എഡിറ്ററുടെ പേര് മാറി. കൊള്ളാം. പക്ഷേ സ്വന്തം പത്രത്തിൽ സ്വന്തം പേരിൽ ലേഖനങ്ങൾ എഴുതാനും അദ്ദേഹത്തിന് കഴിയില്ലല്ലോ. ഇവിടെയാണ് അദ്ദേഹം ഒരു സിനിമാ സ്റ്റൈൽ സ്ട്രാറ്റജി പുറത്തെടുക്കുന്നത്. ഒരു ആധുനിക ഗോസ്റ്റ് റൈറ്ററെ പോലെ അദ്ദേഹം വ്യാജനാമങ്ങളിൽ എഴുതാൻ തുടങ്ങി. അതെ, അതൊരു വളരെ രസകരമായ കാര്യമാണ്. ആ പേരുകളുടെ വൈവിധ്യം വലിയ കൗതുകമുണ്ടാക്കുന്നതാണ്. നോക്കൂ, തീയൻ, സിംഹളൻ, ഭാഷാഭിമാനി, PK എന്നിങ്ങനെ പല പേരുകളിലാണ് അദ്ദേഹം തന്റെ ആശയങ്ങൾ അച്ചടിച്ചു വന്നിരുന്നത്. കേവലം പേര് മറച്ചുവെക്കാൻ വേണ്ടി മാത്രമായിരുന്നോ ഈ വ്യാജനാമങ്ങൾ? ഒരിക്കലുമല്ല. ആ പേരുകൾ അദ്ദേഹം വെറുതെ ഒരു രസത്തിന് തെരഞ്ഞെടുത്തതല്ല. ഓരോ പേരും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ നിലപാടുകളെ കൃത്യമായി പ്രതിനിധീകരിക്കുന്നതായിരുന്നു. ഉദാഹരണത്തിന് ഭാഷാഭിമാനി എന്ന പേര് മലയാള ഭാഷയോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത സ്നേഹവും അതിനെ നവീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെയും സൂചിപ്പിക്കുന്നു. സിംഹളൻ എന്ന പേരാകട്ടെ ശ്രീലങ്കയിലെ ബുദ്ധമത നവോത്ഥാനത്തോടും ശ്രീബുദ്ധന്റെ ജാതിരഹിത ആശയങ്ങളോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന വലിയ ആഭിമുഖ്യമാണ് കാണിക്കുന്നത്. അതായത് CV കുഞ്ഞുരാമൻ എന്ന ഒറ്റ വ്യക്തി പല വ്യക്തിത്വങ്ങളായി മാറി തിരുവിതാംകൂറിലെ സാംസ്കാരിക മണ്ഡലത്തിൽ സംവാദങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഒടുവിൽ 1913 ഈ ഒളിച്ചുകളി അദ്ദേഹം അവസാനിപ്പിച്ചു. അദ്ദേഹം തന്റെ സർക്കാർ ഉദ്യോഗം രാജിവെക്കുകയും കേരള കൗമുദിയുടെ പത്രാധിപത്യം പരസ്യമായി ഏറ്റെടുക്കുകയും ചെയ്തു. അതോടെ അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തന്നെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു. അതെ, അതൊരു വലിയ വഴിത്തിരിവായിരുന്നു. പത്രപ്രവർത്തനത്തിൽ നിന്ന് അദ്ദേഹം പതിയെ സാമൂഹിക മാറ്റങ്ങളുടെ നേരിട്ടുള്ള നടത്തിപ്പുകാരനായി മാറുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1904 പരവൂരിൽ വെച്ച് നടന്ന സമുദായ പരിഷ്കാര സഭയാണ്. നമ്മൾ എപ്പോഴും പഠിക്കുന്നത് ഈ വേദിയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു താലികെട്ട്, തിരണ്ടുകുളി തുടങ്ങിയ അനാവശ്യ ആചാരങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതെന്നാണ്. PSC പരീക്ഷകളിലെ സ്ഥിരം ചോദ്യമാണത്. ശരിയാണ്. എന്നാൽ ഈ വേദി ഒരുക്കാനും അതിലേക്ക് ഗുരുവിനെ കൊണ്ടുവരാനും പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ സൂത്രധാരൻ CV ആയിരുന്നു. അത് പലർക്കും അറിയില്ല. അവിടെയാണ് CV കുഞ്ഞിരാമൻ എന്ന സംഘാടകന്റെ കഴിവ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീനാരായണ ഗുരു വലിയൊരു ആത്മീയ തേജസ്സായി നിൽക്കുന്ന സമയമാണത്. ഈഴവ സമുദായത്തെ സാമ്പത്തികമായി വലിയ കടക്കണിയിലേക്ക് തള്ളിയിട്ടിരുന്ന 2 ആചാരങ്ങളായിരുന്നു താലികെട്ടും തിരണ്ടുകുളിയും. യാതൊരർത്ഥവുമില്ലാത്ത ആചാരങ്ങൾ. അതെ, ഇത് അടിയന്തരമായി നിർത്തലാക്കേണ്ടതുണ്ട് എന്ന് ഗുരുവിനറിയാമായിരുന്നു. എന്നാൽ നൂറ്റാണ്ടുകളായി ജനങ്ങളുടെ മനസ്സിൽ വേരുറച്ചുപോയ ഒരു ആചാരം വേണ്ട എന്ന് വയ്ക്കാൻ
വെറുമൊരു ഉപദേശം പോരായിരുന്നു. അതിന് അധികാരമുള്ള ഒരു ശബ്ദം വേണം. അതെ, അത് കേൾക്കാൻ തയ്യാറുള്ള ഒരു വലിയ ജനക്കൂട്ടം വേണം. ഈ രണ്ട് ഘടകങ്ങളെയും ഒന്നിച്ചു ചേർത്തതാണ് സിവിയുടെ വിജയം. തന്റെ സംഘടനാ മികവ് മുഴുവൻ ഉപയോഗിച്ച് അദ്ദേഹം ജനങ്ങളെ പരവൂരിലേക്ക് സംഘടിപ്പിച്ചു. അവിടെ വച്ച് ഗുരുവിനെക്കൊണ്ട് ആ ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിച്ചു. അതായത് നാരായണ ഗുരു ആ വലിയ മാറ്റത്തിന്റെ മുഖ്യ നടനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ വേദി ഒരുക്കിക്കൊടുത്തത് സംവിധായകൻ സി.വി. കുഞ്ഞിരാമനായിരുന്നു. ഈ സംവിധായകന്റെ റോൾ അദ്ദേഹം പിന്നീട് വലിയൊരു സമരത്തിലും ഉപയോഗിച്ചു. അതാണ് ക്ഷേത്രപ്രവേശന വിഷയം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. നമ്മൾ ക്ഷേത്രപ്രവേശന സമരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ടി.കെ. മാധവനെയാണ് നായകനായി കാണാറുള്ളത്. എന്നാൽ ഇതിനൊരു സൈദ്ധാന്തികമായ തുടക്കം കുറിച്ചത് സി.വി. കുഞ്ഞിരാമനാണ്. ടി.കെ. മാധവന്റെ പത്രാധിപത്യത്തിൽ ഇറങ്ങിയിരുന്ന ദേശാഭിമാനി പത്രത്തിൽ സി.വി. ഒരു ലേഖനം എഴുതി. ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഉണ്ട് എന്നായിരുന്നു ആ ലേഖനത്തിന്റെ പേര്. വെറുമൊരു അവകാശവാദത്തിനപ്പുറം എന്തായിരുന്നു ആ ലേഖനത്തിന്റെ ഇംപാക്റ്റ്? ഒരു വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് ജനങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു വരേണ്ടതുണ്ട്. എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിന് പുറത്തു നിൽക്കുന്നത്? സർക്കാർ പണം ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ട് എല്ലാ നികുതിദായകർക്കും പ്രവേശനമില്ല? വളരെ യുക്തിഭദ്രമായൊരു ചോദ്യം. അതെ, ഈ യുക്തിഭദ്രമായ ചോദ്യമാണ് സി.വി. കുഞ്ഞിരാമൻ ആ ലേഖനത്തിലൂടെ ഉന്നയിച്ചത്. ടി.കെ. മാധവൻ ആ ആശയത്തെ ഏറ്റെടുത്ത് വലിയൊരു പ്രക്ഷോഭമാക്കി വൈക്കം സത്യാഗ്രഹം പോലുള്ള ചരിത്ര സംഭവങ്ങളിലേക്ക് നയിച്ചെങ്കിലും അതിനുള്ള കൃത്യമായ ബൗദ്ധിക അടിത്തറ നൽകിയത് സി.വി.യുടെ ആ ഒറ്റ ലേഖനമാണ്. ആശയങ്ങളെ ആയുധങ്ങളാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ചർച്ചയിലെ ഏറ്റവും ത്രില്ലിംഗ് ആയൊരു എപ്പിസോഡിനെക്കുറിച്ചാണ്. 1936 മതപരിവർത്തന പ്രക്ഷോഭം. ഒരു യുദ്ധമോ രക്തച്ചൊരിച്ചിലോ ഇല്ലാതെ ഒരു ഭരണകൂടത്തെ മുട്ടുകുത്തിച്ച ഒരു മാസ്റ്റർ സ്ട്രോക്ക്. അതെ, തിരുവിതാംകൂർ ചരിത്രത്തിലെ വലിയൊരു അധ്യായമാണത്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് തിരുവിതാംകൂർ ഭരണാധികാരികളെ നിർബന്ധിതരാക്കിയത് യഥാർത്ഥത്തിൽ ഈ പ്രക്ഷോഭമാണ്. സംഭവം ഇങ്ങനെയാണ്. സി.വി. കുഞ്ഞിരാമൻ കോട്ടയത്തെ CMS ബിഷപ്പായ മൂർ സാഹിബിനെ, അതായത് ബിഷപ്പ് മൂറിനെ നേരിട്ട് പോയി കണ്ടു. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ലാത്തതുകൊണ്ട് ഈഴവർ കൂട്ടത്തോടെ ക്രിസ്തുമതത്തിൽ ചേരും എന്നൊരു സന്ദേശം അദ്ദേഹം നൽകി. പോരാത്തതിന് ഈഴവരുടെ മതപരിവർത്തനാനന്തരം എന്ന പേരെ അദ്ദേഹം ഒരു ചെറു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. ലക്ഷക്കണക്കിന് കോപ്പികളാണ് അത് വിറ്റുപോയത്. എനിക്കിവിടെ ഒരു കൺഫ്യൂഷനുണ്ട്. ഈ മതമാറ്റം എന്നത് അവരുടെ ഒരു യഥാർത്ഥ ആത്മീയ ആഗ്രഹമായിരുന്നോ, അതോ രാജാവിനെയും ദിവാൻ ഭരണത്തെയും ഭയപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം എരിഞ്ഞ ഒരു രാഷ്ട്രീയ ചൂണ്ടയായിരുന്നു? ഇതൊരു വളരെ നിർണായകമായ ചോദ്യമാണ്. കേൾക്കുന്നവരും ഇത് കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ ലഭ്യമായ ചരിത്രരേഖകൾ പരിശോധിച്ച് തികച്ചും നിഷ്പക്ഷമായി പറയുവാണെങ്കിൽ ചരിത്രകാരന്മാർ ഇതിനെ വിലയിരുത്തുന്നത് 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ കണ്ട ഏറ്റവും മികച്ചതും ഒരുപക്ഷേ ഏറ്റവും അപകടകരവുമായ ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ്. ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മാത്രം. അതെ, തിരുവിതാംകൂറിലെ ജനസംഖ്യാശാസ്ത്രം, അതായത് ഡെമോഗ്രഫി, സി.വി. കൃത്യമായി അറിയാമായിരുന്നു. ഭൂരിപക്ഷമായ ഈഴവ സമുദായം ഒറ്റയടിക്ക് ക്രിസ്തുമതത്തിലേക്ക് മാറിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തിരുവിതാംകൂറിലെ ഹൈന്ദവർ ഒറ്റയടിക്ക് ന്യൂനപക്ഷമാകും. ശരിയാണല്ലോ, വലിയൊരു പ്രതിസന്ധി. അങ്ങനെ വന്നാൽ ഒരു ഹിന്ദു രാജാവിന് ഭൂരിപക്ഷമില്ലാത്ത ഒരു ജനതയുടെ മേൽ ഭരണം തുടരുന്നത് വലിയ പ്രതിസന്ധിയാവും. ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികളായ ഭൂരിപക്ഷത്തിനു കൂടുതൽ അനുകൂലമായി ഇടപെട്ടേക്കാം. ഈ ഡെമോഗ്രാഫിക് ഭയത്തെയാണ് അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ചത്. ഭയപ്പെടുത്തുക, അതൊരു അവകാശം നേടുക. അതെ, ബിഷപ്പിനെ കണ്ടതും പുസ്തകമിറക്കിയതും ഈ ഭയം കൊട്ടാരത്തിലെത്തിക്കാൻ വേണ്ടിയായിരുന്നു. അത് ലക്ഷ്യം കണ്ടു. ഭൂരിപക്ഷത്തെ കൂടെ നിർത്താൻ 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ രാജാവ് നിർബന്ധിതനായി. ശരിക്കും ഒരു സൈലന്റ് സ്ട്രാറ്റജിസ്റ്റ്. വെടിയുണ്ടകളില്ലാതെ ശത്രുവിന്റെ കോട്ട തകർക്കുക എന്ന് പറയുന്നത് ഇതാണ്. പത്രപ്രവർത്തനത്തിലും സമുദായ പരിഷ്കരണത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ സ്വാധീനം. രാഷ്ട്രീയത്തിലും അദ്ദേഹം തന്റെ കയ്യൊപ്പ് ചാർത്തി. PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു തീയതിയുണ്ട്, 1938 ഫെബ്രുവരി 23. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട ദിവസം. അതെ, തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് രൂപീകരിച്ച പാർട്ടി. തിരുവനന്തപുരത്ത് നടന്ന ഈ ചരിത്രപരമായ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ സി.വി. കുഞ്ഞിരാമനായിരുന്നു. ആ യോഗത്തിലാണ്
പട്ടം താണുപിള്ളയെ പാർട്ടിയുടെ പ്രസിഡന്റായും PS നടരാജപിള്ള, KT തോമസ് എന്നിവരെ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തത്. ഒരു അധ്യാപകനിൽ നിന്ന്, പത്രപ്രവർത്തകനിൽ നിന്ന് തിരുവിതാംകൂറിന്റെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണ യോഗത്തിൽ അധ്യക്ഷനാകുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഗ്രാഫ് വളർന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം, മാധ്യമ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം ഇവയൊന്നും വേറിട്ടു നിൽക്കുന്ന കാര്യങ്ങളല്ല. ഇവയെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണികളിലൊന്നായിരുന്നു CV കുഞ്ഞിരാമൻ. സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണ യോഗത്തിൽ അധ്യക്ഷനാകുക എന്നാൽ അക്കാലത്ത് ദിവാൻ ഭരണത്തെ നേരിട്ട് വെല്ലുവിളിക്കുക എന്നാണർത്ഥം. രാജാവിന്റെ പ്രതിനിധിയായ ദിവാനല്ല, മറിച്ച് ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ ഭരിക്കണം എന്ന ആശയത്തിന് തുടക്കം കുറിക്കുന്നിടത്താണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നത്. കേവലം ആശയങ്ങളിലും പ്രസ്ഥാനങ്ങളിലും മാത്രമല്ല, സ്വന്തം കുടുംബത്തെപ്പോലും അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റി എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന്റെ കുടുംബ വിവരങ്ങൾ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായും, അതും വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് കൊച്ചിക്ക എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന പാരമ്പര്യം ഏറ്റെടുത്തത് രണ്ടാമത്തെ മകനായ K. സുകുമാരനാണ്. പിൽക്കാലത്ത് കേരള കൗമുദി പത്രാധിപൻ എന്ന നിലയിൽ അദ്ദേഹം വലിയ പ്രശസ്തി നേടി. അതെ. ഏറ്റവും കൗതുകകരമായ കാര്യം അദ്ദേഹത്തിന്റെ മകൾ വാസന്തിയുടെ വിവാഹമാണ്. വാസന്തിയെ വിവാഹം കഴിച്ചത് ആരാണെന്നറിയാമോ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ മുൻനിര നേതാവും പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി മാറിയ C. കേശവൻ. അതായത് സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ മാത്രമല്ല, സ്വന്തം കുടുംബത്തിലൂടെയും കേരള ചരിത്രത്തിൽ വേരുകൾ പടർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒപ്പം മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിനും സമുദായ പരിഷ്കരണത്തിനും നൽകിയ അതേ പ്രാധാന്യം അദ്ദേഹം തന്റെ മാതൃഭാഷയ്ക്കും നൽകിയിരുന്നു. മലയാള ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളല്ലേ? അതെ. അക്കാലത്ത് മലയാള ഭാഷയിൽ വലിയൊരു ശതമാനവും സംസ്കൃതത്തിന്റെ അതിപ്രസരമുണ്ടായിരുന്നു. സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ സാഹിത്യവും അറിവും ഒതുങ്ങി നിന്നിരുന്നൊരു കാലം. സംസ്കൃതത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് മലയാള ഭാഷയെ മോചിപ്പിച്ച് അത് ലളിതവും ജനകീയവുമാക്കുന്നതിൽ CV കുഞ്ഞിരാമൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ബഹുമുഖ പ്രതിഭ. ഒടുവിൽ 1949 ഏപ്രിൽ 10 തന്റെ 78ാമത്തെ വയസ്സിലാണ് കേരളം കണ്ട ഈ പ്രതിഭ അന്തരിക്കുന്നത്. അതെ. അപ്പോൾ ഈ ഒരു അനാലിസിസിൽ 1871 മുതൽ 1949 വരെയുള്ള ആ ജീവിതം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. 1911 പത്രസ്ഥാപനം, 1904 പരവൂർ സമ്മേളനം, 1936 മതപരിവർത്തന ഭീഷണി, 1938 സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണം. ഈ സംഭവങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു സിനിമാ കഥ പോലെ ഓർത്തുവയ്ക്കാൻ കഴിയുന്നവയാണിതെല്ലാം. അതെ. നിങ്ങളോട് അവസാനമായി ഒരു കാര്യം ചോദിക്കട്ടെ. ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആവേശം കൊള്ളുന്നത് സമരങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന, ലാത്തിയടി കൊള്ളുന്ന നേതാക്കളെ കാണുമ്പോഴാണ്. എന്നാൽ ആ വലിയ പ്രക്ഷോഭങ്ങൾക്ക് മുൻപ് ആരാണ് ആ പ്രസംഗങ്ങൾ എഴുതി തയ്യാറാക്കിയത്? ആരാണ് ഭരണകൂടത്തിന്റെ ജനസംഖ്യാശാസ്ത്രം പഠിച്ച് അവരെ എവിടെ അടിക്കണമെന്ന് കൃത്യമായി കണക്കുകൂട്ടിയത്? CV കുഞ്ഞിരാമനെ പോലുള്ളവരായിരുന്നു ആ ബുദ്ധികേന്ദ്രങ്ങൾ. അതെ. വരും ദിവസങ്ങളിൽ ചരിത്രത്തിലെ വലിയ സമരങ്ങളെക്കുറിച്ചോ നിയമനിർമ്മാണങ്ങളെക്കുറിച്ചോ പഠിക്കുമ്പോൾ ആ മൈക്ക് പിടിച്ചു നിൽക്കുന്ന ആൾക്ക് പിന്നിലേക്ക് കൂടിയൊന്നു നോക്കുക. ആ സമരത്തിന് പിന്നിൽ തന്ത്രങ്ങൾ മെനഞ്ഞ, ലേഖനങ്ങളിലൂടെ തീപ്പൊരു പടർത്തിയ ഇത്തരം സൈലന്റ് സ്ട്രാറ്റജിസ്റ്റുകളെ നിങ്ങൾ അവിടെ കണ്ടേക്കാം. പലപ്പോഴും ലോകം മാറ്റുന്നത് ഏറ്റവും ഉറക്കെ സംസാരിക്കുന്നവരല്ല, നിശബ്ദമായിരുന്ന് കൃത്യമായ തന്ത്രങ്ങൾ മെനയുന്നവരാണ്. ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ ഈ ഡീപ് ഡൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.